നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉളിയിൽ ഖദീജ കൊലക്കേസ് പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതി. മൊകേരി വള്ളിയായി സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ച സംഭവത്തിൽ കമ്പനി ഉടമയ്ക്കെതിരെ കുടുംബം. മൊകേരി സ്വദേശി അനഖാണ് ദുബായിലെ താമസ സ്ഥലത്ത് മരണപ്പെട്ടത്. കോടിയേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി സ്ഥലം വിട്ടുനൽകി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഫൗണ്ടേഷൻ. വിട്ടുനൽകിയ തിരുവങ്ങാട് പുല്ലമ്പിൽ റോഡിൽ സ്കൂൾ കെട്ടിടവും 2 ഏക്കർ 13 സെന്റ് സ്ഥലവും. വാർത്തകൾ വിശദമായി. ഉളിയിൽ ഖദീജ കൊലക്കേസിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി. ഖദീജയുടെ സഹോദരങ്ങളായ കെ.എൻ. ഇസ്മായിൽ, കെ.എൻ. ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഉളിയിൽ സ്വദേശി ഖദീജയെ കൊലപ്പെടുത്തിയത് 2ാം വിവാഹം കഴിക്കുന്ന വിരോധത്തിലാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഉളിയിൽ സ്വദേശി ഖദീജയെ കൊലപ്പെടുത്തിയത് 2ാം വിവാഹം കഴിക്കുന്ന വിരോധത്തിലാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അന്തിമവാദത്തിൽ ഖദീജയുടേത് ദുരഭിമാനക്കൊലയല്ലെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ ഇത് ദുരഭിമാനക്കൊലയാണെന്നും വധശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. 2012 ഡിസംബർ 12 ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം. ഖദീജയെ കൊലപ്പെടുത്തുകയും 2ാം ഭർത്താവ് ഷാഹുൽ ഹമീദിനെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ആദ്യം വിവാഹം ചെയ്തയാളെ തൊലാഖ് നടത്തിയ ശേഷമായിരുന്നു പ്രതികൾ 2ാം കല്യാണത്തിനെന്ന വ്യാജേന ഖദീജയെയും 2ാം ഭർത്താവ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഷാഹുൽ ഹമീദിനെയും വിളിച്ചു വരുത്തിയത്. തുടർന്ന് ഖദീജയെ കൊലപ്പെടുത്തുകയും ഷാഹുൽ ഹമീദിനെ ആക്രമിക്കുകയുമായിരുന്നു. കേസിൽ 13 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. രാവിലെ 6 മണിയോടുകൂടിയാണ് കോഴിക്കോട് യൂണിറ്റിൽ നിന്നുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥ സംഘം പ്രസിഡന്റിന്റെ മാട്ടൂൽ നോർത്തിലുള്ള വീട്ടിൽ റെയ്ഡ് തുടങ്ങിയത്. റെയ്ഡ് വൈകുന്നേരം വരെ തുടർന്നു. പൊതുപ്രവർത്തകനായ സഹീദ് കായിക്കാരൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് പ്രസിഡന്റിനെതിരെയുള്ള വിജിലൻസ് പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് സംഘം മാട്ടൂലിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെത്തിയത്. കോഴിക്കോട് സ്പെഷ്യൽ വിജിലൻസ് സെൽ ഡിവൈഎസ്പിമാരായ സുരേഷ്, രമേശ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് റെയ്ഡ് നടത്തുന്നത്. അന്വേഷണ സംഘത്തിന് കേസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവും പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ചെയർമാൻ കൂടിയാണ് സഹീദ്. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിലെ വാടകയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിലും ഇപ്പോഴും പുതിയങ്ങാടി ഹൈസ്കൂൾ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും പല ഇടപാടുകളിലും നിയമനങ്ങളിലും ഇയാൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. SFI തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപരിവാർവൽക്കരിക്കാനുള്ള ഗവർണറുടെ നടപടികൾക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആദർശ് പാട്യം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കണ്ണൂരിനകത്തുള്ള വൈസ് ചാൻസലർ എന്ന് പറയുന്നത് മാവേലിക്ക് സമാനനാണ്. അദ്ദേഹം കടന്നു വരികയും അതോടൊപ്പം തന്നെ ആഴ്ചയിൽ 1-2 വട്ടം കടന്നു വരികയും അദ്ദേഹം തിരിച്ചു പോകുന്ന നിലയാണ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. ആ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ആ കുന്നുമൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ യൂണിവേഴ്സിറ്റിക്കകത്താണ് ഏറ്റവും കൂടുതൽ റിസർച്ച് വിദ്യാർത്ഥികളുള്ളത്. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് ജാസിം അധ്യക്ഷനായി. ഏരിയ വൈസ് പ്രസിഡന്റ് തേജസ് സംസാരിച്ചു. ഏരിയ സെക്രട്ടറി R. നിവേദ് സ്വാഗതം പറഞ്ഞു. 4 സർവകലാശാല
സർവകലാശാലകളിൽ ഒരേ സമയം മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശാഖയിൽ പഠിച്ച വൈസ് ചാൻസലർമാരാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരിക്കുന്നത്. അതിനെതിരെ അതിന് കൃത്യമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കേരളത്തിനകത്തുള്ള പ്രബുദ്ധ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളായിട്ടുള്ള SFI എന്ന വിദ്യാർത്ഥി സംഘടന അത്യുജ്വലമായ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മൊകേരി വള്ളിയായി സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ച സംഭവത്തിൽ കമ്പനി ഉടമയ്ക്കെതിരെ കുടുംബം. മൊകേരി സ്വദേശി അനഖാണ് ദുബായിലെ താമസ സ്ഥലത്ത് മരിച്ചത്. മകനെ കേസിൽപ്പെടുത്തിയെന്നും ഉടമ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു. സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും നോർക്ക വൈസ് ചെയർമാനും പരാതി നൽകി. മൊകേരി വള്ളിയായിലെ പോയിന്റവിട വാസുവിന്റെയും വത്സലയുടെയും മകൻ അനഘിനെയാണ് 2025 ഫെബ്രുവരി 11 ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂത്തുപറമ്പ് സ്വദേശി നിഷാദിന്റെ ഉടമസ്ഥതയിലുള്ള വൈബെക്സ് ഇന്റർനാഷണൽ കാർഗോ എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. കമ്പനിയുടെ കാർഗോ ഇടപാടുമായി ബന്ധപ്പെട്ട് കേസിലകപ്പെട്ടിരുന്നു. ഇതേ കേസിൽ പ്രതികളായിരുന്ന കമ്പനിയുടെ മാനേജരും MDയുടെ സഹോദരനുമായ വ്യക്തിയും കേസിൽ പ്രതിയായിരുന്നു. കമ്പനിയെയും സഹോദരനെയും രക്ഷിക്കാൻ അനഘിനെ കേസിൽ കുടുക്കിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എൻ്റെ മോനെ ആശ്രയിച്ചിട്ട് മാത്രം ജീവിക്കുന്നതാണ് നമ്മൾ. എത്രയോ ലക്ഷം ഉറുപ്പ്യ ഇപ്പം കടം എങ്ങനെ വീടൂ എന്ന വഴി 23 ലക്ഷം ഉറുപ്പ്യ ലോണ്. ഇനി എൻ്റെ മോന് സംഭവിച്ച പോലെ ഒരു കുട്ടിയെ എൻ്റെ മോൻ കയറുന്നെങ്കിലും മാഹിയിലായിട്ടുള്ളൊരു കുട്ടിയുടെ ഉണ്ടെങ്കിലും ആ കുട്ടിക്കും ഇങ്ങനെ എന്തോ ഉണ്ടായിട്ട് ആ കുട്ടി പോയി കളഞ്ഞു. ഇനി എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ച പോലെ ലോകത്തിൽ ഒരു അമ്മമ്മക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാറ്. അതാണ് ആവശ്യം. വീട് പണയപ്പെടുത്തിയും കടം വാങ്ങിയും 13 ലക്ഷം രൂപ അയച്ചു നൽകിയാണ് പിന്നീട് സ്വന്തം വിലയ്ക്ക് കേസ് നടത്തിയതെന്നും അനഘിൻ്റെ അമ്മ പറഞ്ഞു. കേസിൻ്റെ വിചാരണ നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ദിവസമാണ് അനഘ് മരിച്ചത്. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം നിഷാദ് കുടുംബത്തെ ബന്ധപ്പെട്ട് പണം ആവശ്യപ്പെട്ടെന്നും അനഘിൻ്റെ അമ്മ പറയുന്നു. കേസ് നടത്തിപ്പിനും മൃതദേഹം നാട്ടിലെത്തിക്കാനും ചിലവായ പണമാണ് ആവശ്യപ്പെട്ടതെന്നും കുടുംബം പറഞ്ഞു. 4 മാസത്തെ ശമ്പളവും 4 വർഷത്തിലധികം ജോലി ചെയ്തതിൻ്റെ സെറ്റിൽമെൻറ്റ് നൽകാൻ കമ്പനി തയ്യാറായിട്ടില്ല. നോർക്കയ്ക്ക് നൽകിയ പരാതിയിൽ ഇക്കാര്യം കുടുംബം പറയുന്നുണ്ട്. കമ്പനി ഉടമയും ഭാര്യയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു. ദുബായിൽ മരണമടഞ്ഞ അനഘിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും നീതിയും ലഭ്യമാക്കണമെന്ന് കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KV മുകുന്ദനും പാനൂർ ഏരിയ സെക്രട്ടറി CK ശ്രീജേഷും ആവശ്യപ്പെട്ടു. നാളെ ഇത് മറ്റൊരു ചെറുപ്പക്കാരനും ഒരു പ്രവാസിക്കും ഇങ്ങനൊരു ദുര്യോഗം ഉണ്ടാവാൻ പാടില്ല. ഗൾഫിൽ വെച്ച്, വിദേശ രാജ്യത്ത് വെച്ച് പുതുതായി വരുന്ന ചെറുപ്പക്കാരെ, തൊഴിലന്വേഷിച്ച് വരുന്ന ആളുകളെ മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നൽകി ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്തരം പാവപ്പെട്ട നിസ്സഹായരായിട്ടുള്ള എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ പോലും അകപ്പെട്ടു പോയിട്ടുണ്ട്. ലോണെടുത്തും കടം വാങ്ങിയും വീടടക്കം വായ്പ ബാങ്കിന് കൊടുത്തുകൊണ്ട് എത്രയോ ലക്ഷം രൂപ കൊടുക്കുകയും ഒടുവിൽ സാമ്പത്തിക കെണിയിലകപ്പെടുകയും സ്വന്തം മകൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കേണ്ടത്, പിന്തുണക്കേണ്ടത് പ്രവാസി സമൂഹത്തിൻ്റെയും പ്രവാസി സംഘത്തിൻ്റെയും കടമയും ഉത്തരവാദിത്വമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കോടിയേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരുവങ്ങാട് പുല്ലമ്പിൽ റോഡിൽ സ്കൂൾ കെട്ടിടവും 2 ഏക്കർ 13 സെന്റ് സ്ഥലവും സൗജന്യമായി നൽകുന്നു. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള വസ്തുവിന്റെ കൈമാറ്റ ചടങ്ങ് വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് ക്യാൻസർ സെന്റർ സെമിനാർ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷൻ ഉടമസ്ഥതയിലുള്ള സ്കൂൾ കെട്ടിടവും 2.3 ഏക്കർ സ്ഥലവും നാളെ, അതായത് 11/7/2025 3 മണിക്ക് MCCയിലെ അക്കാഡമിക് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കൈമാറപ്പെടും. ഔദ്യോഗികമായിട്ട് കൈമാറൽ ചടങ്ങ് നാളെ നടക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ മുഖ്യാതിഥിയാവും. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS ചടങ്ങിൽ പങ്കെടുക്കും.
ഡോക്ടർ ഹെർമൻ ഗുണ്ടഡ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് OG പ്രേമരാജൻ എന്നിവരെ വേദിയിൽ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പുതുതായി ഏറ്റെടുക്കുന്ന സ്ഥലവും കെട്ടിടവും മലബാർ ക്യാൻസർ സെന്ററിന്റെ അനക്സായി പ്രവർത്തിക്കുമെന്നും അവിടെ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ വിഭാഗം വികസിപ്പിച്ച് ആധുനിക വൈദ്യശാസ്ത്രവും ആയുർവേദവും മറ്റ് ശാഖകളെയും സമന്വയിപ്പിച്ച് ക്യാൻസർ ചികിത്സ, ഗവേഷണം, പുനരധിവാസം എന്നിവയ്ക്ക് ഉപയോഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും MCCക്ക് കൈമാറപ്പെടും. നാളെയാണ് ഒഫീഷ്യൽ ചടങ്ങ്. അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലും മെയ് 2025 കംപ്ലീറ്റ് ആയിരുന്നു. ഈ സ്ഥാപനം, ഈ ഗുണ്ടഡ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഈ സ്ഥാപനം MCCക്ക് ലഭിച്ചതിന് ശേഷം MCC അതിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ആമുഖം പോലെ ഞാൻ കാര്യങ്ങൾ പറയാം. അത് MCCന്റെ ഒരു അനക്സ് പോലെ പ്രവർത്തിപ്പിക്കാനാണ് ഫ്യൂച്ചർ പ്ലാൻ. വാർത്താ സമ്മേളനത്തിൽ MCCയിലെ ഡോക്ടർ ചന്ദ്രൻ K. നായർ, T. അനിത, PC റീന, PK സുരേഷ് എന്നിവർ പങ്കെടുത്തു. ആതുര മേഖലയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേറിട്ട പദ്ധതികൾ ഒരുക്കി മാതൃകയായി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രമാണ് അറിയപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെയും ജനപക്ഷ ഇടപെടലുകളോടെയും വ്യത്യസ്തമാകുന്നത്. ചൊക്ലി ഫാമിലി ഹെൽത്ത് സെന്റർ പുതുമയുള്ള ആരോഗ്യ പരിഷ്കാരത്തിന്റെ പാതയിലാണ്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മികച്ച ഭൗതിക സാഹചര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിലെ സവിശേഷത എടുത്തു പറയേണ്ടതാണ്. 3 ഡോക്ടർമാരും 2 ലാബ് ടെക്നീഷ്യന്മാരും 2 ഫാർമസിസ്റ്റുമാണ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ജോലി ചെയ്യുന്നത്. സേവന നിലവാരത്തിലും ജീവനക്കാരുടെ പെരുമാറ്റത്തിലും ഏറെ സംതൃപ്തിയോടെയാണ് ഇവിടെ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മടങ്ങിപ്പോകുന്നത്. ആദ്യത്തേതിനേക്കാൾ ആശുപത്രി ഇപ്പം നന്നാക്കിയരാ നല്ലൊരു ഒരു സ്പെഷ്യലായിട്ടുള്ള ആശുപത്രിയിൽ പോയ പോലെ ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾക്കെല്ലാം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഡോക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും നല്ലൊരു പെരുമാറ്റം. പിന്നെ ചൊക്ലി ഹെൽത്ത് സെൻ്ററിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ നല്ല അഭിപ്രായമാണ്. എല്ലാ മരുന്നുകളും ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ പറയുക വെച്ചാൽ ഡോക്ടർമാരും സ്റ്റാഫുകളും എല്ലാം നല്ല പെരുമാറ്റങ്ങളും. നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെയാണ് വരാറുള്ളത് കാണിക്കാൻ വേണ്ടി. നല്ലൊരു പെരുമാറ്റം ഡോക്ടേഴ്സിൻ്റെയും സ്റ്റാഫിൻ്റെ മൊത്തം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ്. രോഗികൾക്ക് ഒരുവിധം മരുന്നുകളും ഇവിടെ ലഭ്യമാണ്. ആശുപത്രി പരിസരത്ത് വയോജന പാർക്ക്, ഔഷധത്തോട്ടം, കുട്ടികൾക്കായുള്ള കളിസ്ഥലം എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വ്യായാമം ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയത് ആശുപത്രിയുടെ പ്രത്യേകതയാണ്. ചൊക്ലി പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഹരിതകർമ്മസേനയുടെ ശുചീകരണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആശുപത്രിയിലെത്തുന്നവർക്ക് വൃത്തി അനുഭവിച്ചറിയാൻ കഴിയും. പ്രദേശവാസികൾ ചൊക്ലി മെഡിക്കൽ കോളേജ് എന്നാണ് ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിനെ വിളിക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ പറഞ്ഞു. ഇതിലേറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊക്ലിയെ സംബന്ധിച്ചിടത്തോളം ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്, പുറത്ത് ജനങ്ങൾ പറയുന്നത് ചൊക്ലി ഒരു PHC അല്ല, ഒരു കുടുംബാരോഗ്യ കേന്ദ്രമല്ല, അത് ഒരു മെഡിക്കൽ കോളേജ് എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ആ നിലക്ക് ചൊക്ലിയിലെ ജനങ്ങൾ മാത്രമല്ല, ചൊക്ലിക്ക് പുറത്തുള്ള ആൾക്കാർ എല്ലാം തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം കാണാനും അതേപോലെ തന്നെ ഇവിടെ ചികിത്സ തേടാനും ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. 2024 ഡിസംബർ 31 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 1.25 കോടി രൂപയും NHF ഫണ്ടിൽ നിന്നുള്ള 15 ലക്ഷം രൂപയും ചൊക്ലി പഞ്ചായത്തിന്റെ തനത് വികസന ഫണ്ടിൽ നിന്നുള്ള 70 ലക്ഷം രൂപയും ജനകീയ കൂട്ടായ്മ വഴി സ്വരൂപിച്ച 62 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഫിസിയോതെറാപ്പി യൂണിറ്റ്, വയോജന വിശ്രമ കേന്ദ്രം എന്നിവയ്ക്ക് പുറമെ കുട്ടികൾക്കായി ആധുനിക രീതിയിലുള്ള കളിസ്ഥലമാണ് ഒരുക്കിയത്. പൂർണ്ണമായും രോഗി സൗഹൃദമായാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഒരുക്കിയതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പറഞ്ഞു. രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ പരിശോധിക്കാൻ വേണ്ടി കൃത്യമായ ഇടവേളകളിൽ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നിവ നടത്തി ഇവയിലെ കുറവുകൾ നികത്താൻ ആവശ്യമായ മാർഗങ്ങൾ അപ്പോൾ തന്നെ സ്വീകരിക്കുന്നത് കൊണ്ട് നിലവിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഭംഗിയായി നടന്നു വരുന്നു. സംസ്ഥാന ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ആശങ്കകളും വിമർശനങ്ങളും തുടരുമ്പോൾ ചൊക്ലി ഫാമിലി ഹെൽത്ത് സെന്റർ തികച്ചും വ്യത്യസ്തമായ മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തലശ്ശേരി സബ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC മെമ്പർ സജീവ് മാറുളി ഉദ്ഘാടനം ചെയ്തു.
പ്രതിഷേധ ധർണയിൽ നമ്മൾ മുഖ്യമായി ഉന്നയിക്കുന്ന ഒരു വിഷയം തലശ്ശേരിയെ സംബന്ധിച്ച്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. കുടിശ്ശികയായി കിട്ടാനുണ്ടായിരുന്ന 719 കോടി രൂപ സാധാരണ മാർച്ച് മാസത്തിൽ കിട്ടേണ്ടതാണ്. പക്ഷെ അതിപ്പോ കിട്ടി. എന്നിട്ടും സർക്കാർ വകമാറി ചെലവഴിച്ച് അത് തിരിച്ച് വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചു എന്നാണ് തന്നെ അത് തിരിച്ചു വീണ്ടും സർക്കാർ അവരുടെ ഗവൺമെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ട്രഷറിയിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ വാട്ടർ അതോറിറ്റി തന്നെ വലിയ ബാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ആ തുക വാട്ടർ അതോറിറ്റിക്ക് തിരിച്ചു നൽകാൻ സർക്കാർ തയ്യാറാവണം എന്നാണ് ഈ ധർണയിൽ ഉന്നയിക്കുന്ന മറ്റൊരു. ശോചനീയാവസ്ഥയിലുള്ള തലശ്ശേരി സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾ KSRTC ബസ് ഡിപ്പോയ്ക്ക് സമീപമുള്ള വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് നിർമ്മിക്കുക, വാട്ടർ അതോറിറ്റിയുടെ ആസ്തി വകകൾ സംരക്ഷിക്കുക, വാടക കെട്ടിടത്തിലുള്ള കൂത്തുപറമ്പ് സെക്ഷൻ ഓഫീസിന് പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം പണിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KWSA ജില്ലാ പ്രസിഡന്റ് TV ഫെമി അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ വിനോദ് എരവിൽ മുഖ്യപ്രഭാഷണം നടത്തി. KWAPC സ്റ്റേറ്റ് കമ്മിറ്റി അംഗം VP രാഘവൻ, സംസ്ഥാന സെക്രട്ടറി KV വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് TP സഞ്ജയ്, ജംസൺ ജേക്കബ്, ജില്ലാ ട്രഷറർ M സൂരജ് എന്നിവർ സംസാരിച്ചു. KWASA ജില്ലാ സെക്രട്ടറി VP റെജി സ്വാഗതവും തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി മനോജ് പുളിക്കൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry.
Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ വീടിന്റെ അടുക്കള ഭാഗവും ശുചിമുറിയും കിണറിന്റെ ആൾമറയും തകർന്നു വീണു. അണിയാരം പാലിലാണ്ടി പീടികയിൽ മാരന്റെ താഴെക്കുനിയിൽ നസീമയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ ഒരു ഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. മേൽക്കൂരയും ഓടുകളും ചുമരുൾപ്പെടെ നിലം പതിച്ചു. നിത്യോപയോഗ പാത്രങ്ങളും വീണുടഞ്ഞു. കെട്ടിടാവശിഷ്ടങ്ങൾ പതിച്ച് കിണർ ഉപയോഗശൂന്യമായി. അപകടം നടക്കുമ്പോൾ നസീമയും ഭർത്താവ് ഹംസയും മക്കളും ചെറുമക്കളും വീട്ടിനകത്ത് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വീട് ആകെ കുലുങ്ങിയതോടെയാണ് എല്ലാവരും ഞെട്ടിയുണർന്നത്. CPIM പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി PP ജാബിർ, മുസ്ലിം ലീഗ് നേതാവ് EA നാസർ, കർഷക സംഘം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം RM അബ്ദുറഹ്മാൻ, CPM കാരപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി AK രാജീവൻ ഉൾപ്പെടെയുള്ളവർ വീട് സന്ദർശിച്ചു. ശേഷം ഞാൻ എണീച്ച് നോക്കിയതാ. അപ്പോൾ ഈ അകത്തുള്ള എന്തെങ്കിലും സൗണ്ട് വരുന്നത്, അപ്പം പുറത്തേക്കൊന്നും കാണുന്നില്ല. അങ്ങനെ പുറത്ത് വന്ന് ഇങ്ങേപ്പുറത്തെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ വലിയൊരു സൗണ്ട്. ആ വാതിലങ്ങ് അടക്കാൻ വേണ്ടി പോയതാ അപ്പുറത്തേക്കുള്ള. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കിണറ്റിലേക്ക് വീണത്. അപ്പോൾ ഈ വെള്ളം തേച്ച് മുകളിലോട്ട് ഒറ്റ പൊന്തൽ കിണറ്റിലെ വെള്ളം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഭാഗത്തുള്ള ആ സാധനം അതും വീണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടെ ഉണ്ടൊരു വാതിലും കട്ടയുണ്ടേനു, അത് രാവിലെ 10 മണിക്കാണ് വീണ്. പൂർണ്ണമായിട്ടും വീണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നെ ഈ ഇതെല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പിന്നെ അത് വീഴാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയറ് കെട്ടിയിട്ട് ഇത് ഓടും ഇതും കുറച്ച് വലിച്ചിട്ട് കൗക്കോലും ഭാര്യയും അങ്ങനെ വലിച്ചിട്ട്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക രീതിയിൽ നവീകരണ പ്രവൃത്തി നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും മുറികൾ, മിനി കോൺഫറൻസ് ഹാൾ എന്നിവ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊളുമൽ ബാലൻ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ നസീമ ചാമാളിയിൽ, കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ, ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, ഭരണസമിതി അംഗങ്ങളായ VK തങ്കമണി, നല്ലൂർ ഇസ്മയിൽ മാസ്റ്റർ, TK ശങ്കരൻ മാസ്റ്റർ, VP സുരേന്ദ്രൻ മാസ്റ്റർ, ഹാജറ യൂസഫ്, CK സുലൈഖ, AP നാണു, AK ഭാസ്കരൻ, മനോജൻ, TP യശോദ, സുധാവാസു, KK ബിന്ദു, ഷൈമ, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രസാദ് എന്നിവർ പങ്കെടുത്തു. തേങ്ങയുടെ വില കൂടുമ്പോൾ കേര കർഷകർക്കൊപ്പം സന്തോഷിക്കുന്ന ഒരു ഹോട്ടലുടമയുണ്ട് ഇങ്ങ് പൊയിലൂരിൽ. പൊയിലൂരുകാരുടെ സ്വന്തം ശ്രീധരേട്ടൻ. ഒരു തേങ്ങയുമായി ഇവിടെ എത്തുന്നവർക്ക് പൊറോട്ടയും കൂട്ടത്തിൽ ഒരു ചായയും ലഭിക്കും. ശ്രീധരേട്ടന്റെ ചായക്കടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പണത്തിന് പകരം ഒരു തേങ്ങ, അതിൽ ഒരു പൊറോട്ടയും ചായയും. പൊയിലൂരിലെ ശ്രീധരേട്ടന്റെ ചായക്കടയിലാണ് ഈ ബാർട്ടർ സമ്പ്രദായം ഇപ്പോഴും നിലവിലുള്ളത്.
പുഴുക്കും ചായയും പൊറാട്ടയും വേണോ? കയ്യിൽ പൈസയില്ലെങ്കിൽ 2 തേങ്ങ എടുത്ത് ഇവിടെ എത്തിയാൽ മതിയാകും. എരഞ്ഞാട്ട് തുരുത്തിയിലെ ശ്രീധരൻ ചേട്ടൻ്റെ ചായക്കട പതിറ്റാണ്ടുകളായി ഈ സമ്പ്രദായമാണ്. പണമില്ലെങ്കിലും വിശപ്പകറ്റാം എന്ന തിയറി. ഇവിടെയുള്ളത് മെയിൻ പുയ്ക്ക് പൊറോട്ട ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ടാവും, കറി ഉണ്ടാവും, പല ഐറ്റംസും ഉണ്ടാവും. ചായ, നമ്മൾ പുട്ടുണ്ടാവും. രാവിലെ ഒരു 5:30 നമ്മൾ ഇത് കൂടി ഇറക്കും. ഇത് പുയ്ക്കല്ലാണ്ട് 9 മണിയാവും. 9 മണിക്ക് ശേഷം ഒരു 1:30 മണി വരെ ഉണ്ടാവും. പിന്നെ വൈകിട്ട് ശേഷം പിന്നെ എല്ലാം ഉണ്ടാവും, ചെറിയ കടി ഉണ്ടാവും. പുയ്ക്കും പൊറോട്ടയിൽ ഒരു 1:30 മണി വരെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ വടക്കിൽ നിന്നും ദൂരെ നിന്നും വരും. ഇതെല്ലാം കഴിക്കാൻ വന്നാൽ ഇപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാം പിന്നെ എല്ലാം വിറകിൽ അടുപ്പില്ല, ഗ്യാസും കാര്യമൊന്നുമില്ല, എല്ലാം നമ്മൾ തന്നെ വിറക് കൊണ്ടാണ് കത്തിക്കുക. പൊറാട്ട ഒപ്പം കപ്പ, നാടൻ നേന്ത്രക്കായ, കടല എന്നിവ ചേർത്തുള്ള പുഴുക്കാണ് ഇവിടുത്തെ പ്രത്യേകത. ശനി ഞായർ ദിവസങ്ങളിൽ ഇറച്ചിക്കറിയും ഉണ്ടാകും. ഒഴിവു ദിവസങ്ങളിൽ 200-ലധികം ഭക്ഷണപ്രേമികൾ അയൽജില്ലകളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തും. അടിപൊളി സ്ഥലമാണ്, വൈബാണ്. പിന്നെ നല്ല രസമുള്ള പൊയ്ക്കും, പിന്നെ നാടൻ വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് പൊയ്ക്കാണ്. അതുകൊണ്ട് നമ്മളിതിനെ തേങ്ങ കൊടുത്തിട്ടും ഇവിടെ പോയി കഴിക്കാറുണ്ട്, പിന്നെ പൈസ കൊടുത്ത് കഴിക്കാം. അടിപൊളിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ചായ കുടിക്കാൻ വരുന്നത്, രാവിലെയും വൈകുന്നേരമായിട്ട് വരും. പിന്നെ ഇവിടെ കൃഷിക്കാരാണ് അധികം ഉണ്ടാവുക. പിന്നെ മറ്റു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ടാവും ചായ കുടിക്കാനെല്ലാം. പിന്നെ തേങ്ങ കൊടുക്കും, ചായ കുടിക്കും. അതിലൂടെ സ്ഥിരം പതിവാണ്. കർഷകരും തൊഴിലാളികളും കൂടുതലുള്ള മേഖലയായതിനാൽ ഗ്ലാസ് നിറച്ച് ചായ നൽകുമെന്ന് ശ്രീധരൻ പറയുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. പുട്ടും പപ്പടവുമുള്ള പ്രാതൽ, നല്ല ചൂട് ചായയും ഇവിടെ ലഭ്യമാണ്. എന്നാൽ പുഴുക്കിനും പൊറോട്ടയ്ക്കുമാണ് ആള് കൂടുതൽ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണരുചി തേടി ഇവിടെ എത്താറുണ്ട്. ശ്രീധരന്റെ ഭാര്യ ശോഭയും ബന്ധു പ്രസീലയും ചേർന്നാണ് ഭക്ഷണം പാകം ചെയ്യാറ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ഉദ്ഘാടനം ചെയ്തു. ഫ്രൂട്ട് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ നിർവഹിച്ചു. പലതരത്തിലുള്ള വിഭവങ്ങൾ അത് ഏറ്റവും മനോഹരമായി തയ്യാറാക്കിയത് മാത്രമല്ല, അതൊരു മത്സര സ്വഭാവത്തിൽ തയ്യാറാക്കിയതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിൻ്റെ നേതൃത്വം കൊടുത്ത കുടുംബശ്രീക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ദിവസത്തിൽ അറിയിക്കുക. നമ്മുടെ മുന്നിൽ ഒരു വലിയ സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിപണി സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു സംരംഭ സ്വഭാവത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ കൊല്ലത്ത് കുടുംബശ്രീയുടെ തന്നെ കീഴിലുള്ള ചിപ്സിൻ്റെ ഒരു ടീമുണ്ട്. സമാന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും അത് വിതരണം ചെയ്യാനും സാധിക്കും. പക്ഷേ സംരംഭത്തിൻ്റെതായ ചില പരിമിതികളും പ്രതിസന്ധികളും ഉണ്ടാകും. പലപ്പോഴും കാണുന്നൊരു പ്രശ്നം, ഈ പ്രതിസന്ധി വരുമ്പോൾ ഇതിനെ എടുക്കാൻ പോക്കാണ്. പ്രതിസന്ധിയെ മുറിച്ചു കടക്കാനുള്ള കൂട്ടായ ഇടപെടൽ എല്ലാവർക്കും നടത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നടത്താൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും അതിൻ്റെ വിപണി സാധ്യതകളും ഉപയോഗപ്പെടുത്തും. നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും വേണ്ടി കഴിയും. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സംഗീത അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി, കൃഷി ഓഫീസർ നാദിറ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി M സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ രത്നകുമാരി സ്വാഗതവും കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ ദിൽന നന്ദിയും പറഞ്ഞു. ഫ്രൂട്ട് ഫെസ്റ്റിൽ പഞ്ചായത്തിലെ 26 കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ പങ്കെടുത്തു. ഫെസ്റ്റിൽ ചക്ക, മാങ്ങ തുടങ്ങിയ വിവിധ തരം പഴങ്ങളുടെ പ്രദർശനവും ചക്ക ഉപയോഗിച്ചുള്ള വിഭവങ്ങളും ഉണ്ടായി. 50-ലധികം വിഭവങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൂടാതെ മറ്റനേകം പഴങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങളും പാനീയങ്ങളും പ്രദർശനത്തിൽ അവതരിപ്പിച്ചു. ചക്ക ഫെസ്റ്റിൽ മികച്ച ഇനം വിഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ച ഗ്രൂപ്പുകൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുടുംബശ്രീ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സൈക്കിൾ പദ്ധതിയുടെ കതിരൂർ കുടുംബശ്രീ CDS തല ഉദ്ഘാടനം നടന്നു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ നിർവഹിച്ചു. കുടുംബശ്രീ സംരംഭകർക്ക് അവരുടെ സംരംഭ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉൽപാദന വിപണന മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമായ ഗതാഗത സൗകര്യം കുറഞ്ഞ ചിലവിൽ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയും കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായും
വായുമലിനീകരണം ഇല്ലാതെ ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ സൈക്കിൾ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 5 കുടുംബശ്രീ സംരംഭകർക്കാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സാനിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരംഭിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയിൽ ഇലക്ട്രിക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 30,000-ലധികം രൂപ വില വരുന്ന ഇലക്ട്രിക് സൈക്കിളാണ് 5 പേർക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് വിതരണം ചെയ്യുന്നത്. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് മുന്നോടിയായി ഏതാണ്ട് 1 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ ഇപ്പോൾ കേരളത്തിനകത്ത് കാര്യമാത്രമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുതായി തൊഴിലന്വേഷകരായി വരുന്നവർക്കും സംരംഭകരായിട്ട് വരുന്നവർക്കും കുടുംബശ്രീയുടെ ഇടപെടൽ ഏറെ സഹായകരമായി മാറുകയാണ്. 1 ലക്ഷത്തോളം പുതിയ തൊഴിൽ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലാകമാനമുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിന് സാധിക്കും. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 200-ലധികം അയൽക്കൂട്ടങ്ങളുണ്ട്. ആ അയൽക്കൂട്ടങ്ങൾക്ക് കീഴിൽ ഒട്ടനവധിയായിട്ടുള്ള സംരംഭങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കുടുംബശ്രീ ഉള്ളത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സംഗീത അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി M സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ രത്നകുമാരി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, CDS അംഗങ്ങൾ, സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാനൂർ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തി. പൊതു തിരഞ്ഞെടുപ്പ് പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മനസ്സിലാക്കുന്നതിനും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും മനസ്സിലാക്കുന്നതിനുമായാണ് ജനാധിപത്യ രീതിയിൽ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ദിവസങ്ങൾക്ക് മുന്നേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുകയും നോമിനേഷൻ നൽകേണ്ടതിനും പിൻവലിക്കാനും പ്രത്യേക ദിവസങ്ങൾ അനുവദിച്ചു. ഒപ്പം തെരഞ്ഞെടുപ്പ് തീയതിയെക്കുറിച്ചും ഇതെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ് ചെയ്തത്. സോഷ്യൽ സയൻസ് ക്ലബിലെ വിദ്യാർത്ഥികളായ റോണക്, നിയോൺ അനിൽകുമാർ, സായി കൃഷ്ണ, നവൻ തേജ്, ധ്യാൻ എന്നീ വിദ്യാർത്ഥികളും അധ്യാപികമാരായ സജിത VP, M ജിഗിഷ എന്നിവരും പ്രിൻസിപ്പൽ അശോകൻ മാസ്റ്ററും നേതൃത്വം നൽകി. വോട്ടെടുപ്പിലൂടെ ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് എങ്ങനെ വോട്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണിന്ന്. 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നോമിനേഷൻ, സൂക്ഷ്മ പരിശോധന, അതുപോലെ പിൻവലിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നമ്മൾ എല്ലാവരും വോട്ടിന്റെ ഫലത്തിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണിന്ന്. അതുപോലെ 18 വയസ്സ് തികയുമ്പോഴാണ് വോട്ട് നടക്കാറുള്ളത്. ഇത് തികച്ചും വളരെ നല്ലൊരു അനുഭവമാണ് സ്കൂളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം വളർത്തിയെടുക്കാനും വോട്ടെടുപ്പ് പരിചയപ്പെടുത്താനും കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം പ്രിൻസിപ്പൽ അശോകൻ മാസ്റ്ററും പങ്കുവച്ചു. ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂൾ ഗുരുസന്നിധി പാനൂരിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിലാണ് ഇന്നിവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അത് നോമിനേഷൻ മുതൽ സ്ക്രൂട്ടിനിയും അതേപോലെ പത്രിക പിൻവലിക്കാനുള്ള അവസരവും ഒക്കെ നടത്തിക്കൊണ്ട് സാധാരണ ഒരു പൊതു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നടക്കുന്നത് അതിന്റെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. പുതിയ വോട്ടിംഗ് മെഷീൻ ഏത് രീതിയിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ്. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 10ാം വയസ്സിൽ സ്വന്തം നാടായ കേരളം വിട്ട് ആന്ധ്രാപ്രദേശിലെ ഹിന്ദുപൂരിലെത്തിയ അബ്ദുൾ ഹമീദ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടുന്നു. നാട് എവിടെയെന്നോ ബന്ധുക്കൾ ആരെന്നോ കൃത്യമായി ഒന്നും അറിയില്ല. പാനൂരിനടുത്ത് വിലക്കൂട്ടൂറാണെന്ന ചെറിയ ഓർമ്മ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ആന്ധ്രയിലെ ഹിന്ദുപൂരിൽ ഒരു പള്ളിയിൽ വർഷങ്ങളായി മുഅദ്ദിനായി ജോലി ചെയ്യുന്ന ഇയാൾ പള്ളിയിലെത്തിയ മലപ്പുറം സ്വദേശി നസീഫുമായി പരിചയപ്പെട്ടപ്പോഴാണ് സ്വദേശത്തെക്കുറിച്ച് വിവരിച്ചത്.
പിതാവിന്റെ പേര് ഫക്രു എന്നാണെന്നും അന്ന് 2 അനിയന്മാർ ഉണ്ടായിരുന്നുവെന്നും ഉമ്മ നേരത്തെ മരണപ്പെട്ടിരുന്നതായും ഇയാൾ പറയുന്നു. വിളക്കോട്ടൂർ എവിടെയാണെന്ന് അറിയോ? പുതിയ പള്ളിന്റെ അടുത്താണ്. പുതിയ പള്ളി പറഞ്ഞാല് അന്നത്തെ പുതിയ പള്ളി. ഇപ്പൊ എത്ര വയസ്സായി നിങ്ങൾക്ക്? 80ന്റെ അടുത്തൊക്കെ ഉണ്ടാവോ? എത്രാമത്തെ വയസ്സിലാണ് നാട്ടിൽ നിന്ന് പോകുന്നത്? 12, 15 ആ പ്രായത്തിലാണ് പോകുന്നത് അല്ലേ? അപ്പോൾ പള്ളിന്റെ അടുത്താണ് വീട്? പള്ളിന്റെ എങ്ങനാ? നമ്മുടെ പള്ളിന്ന് ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷനില്ലേ, അത്ര ദൂരം ഉണ്ടാവും. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷന്റെ അത്ര. മറ്റു വിവരങ്ങളൊന്നും തന്നെ ഈ 75-കാരന് ഓർമ്മയില്ല. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘം KP ദാമോദരൻ നമ്പ്യാർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പൊതുപ്രവർത്തകനും പ്രഭാഷകനും കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘം പ്രസിഡന്റും ചെറുവാഞ്ചേരി നെയ്യമൃത് മഠം കാരണവരുമായിരുന്ന KP ദാമോദരൻ നമ്പ്യാരുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. ഭക്തസംഘം ജനറൽ സെക്രട്ടറി MR രജീഷ് അധ്യക്ഷനായി. KK പവിത്രൻ, C ബാലകൃഷ്ണൻ, PP രൂപേഷ്, CV അരവിന്ദ്, C സഞ്ജീവൻ, N പ്രേമാനന്ദൻ, M ബാബുരാജ്, K ബാലകൃഷ്ണൻ, ഹരീഷ് ഇല്ലോൾ, സംഗീത് മഠത്തിൽ P മനോജ് കുമാർ, CV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏത് കഥാപാത്രങ്ങളെ ചോദിച്ചാൽ വളരെ കൃത്യതയോടുള്ള മറുപടി പറയുന്ന മാഷ് ഉണ്ടാക്കിയുള്ള വിളവ് ഈ കർക്കിടക മാസാചരണ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. മഹാഭാരതത്തെ സംബന്ധിച്ച്, ഇതിഹാസങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ
വളരെ കൃത്യമായ ഉത്തരങ്ങൾ. അതോടൊപ്പം തന്നെ വിശകലനം. ഭാഷ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് രാമായണം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയാണ്, മഹാഭാരതം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയാണ്. ഈ ജീവിതചര്യയിലൂടെ നമ്മുടെ 2025-26 വർഷത്തെ കൂത്തുപറമ്പ് റോട്ടറി ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഹോട്ടൽ വിന്റേജ് റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. സ്ഥാനാരോഹണ ചടങ്ങിൽ നിയുക്ത ഗവർണർ റൊട്ടേറിയൻ ദീപക് കുമാർ മുഖ്യാതിഥിയായി. പ്രസിഡന്റ് ഡോക്ടർ പ്രേംകുമാർ അധ്യക്ഷനായി. OG സേതുമാധവൻ സ്വാഗതം പറഞ്ഞു. സജിന സുരാജ് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥിയായ മുൻ ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥിനെ ഹോണററി മെമ്പർഷിപ്പ് നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് ഗവർണർ സഞ്ജയ് പുതിയ മെമ്പർമാരെ അവരോധിച്ചു. പുതിയ വർഷത്തെ പ്രസിഡന്റായി MP പ്രകാശൻ, സെക്രട്ടറിയായി ഡോക്ടർ സത്യകൃഷ്ണ, ട്രഷററായി OG സേതുമാധവൻ എന്നിവർ സ്ഥാനമേറ്റു. റീജിയണൽ കോർഡിനേറ്റർ അനൂപ്, ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് അതുൽ എന്നിവർ സംസാരിച്ചു. 35ാമത് പ്രസിഡന്റായി എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയും. കൂത്തുപറമ്പ് റോട്ടറി കഴിഞ്ഞ കാലയളവിൽ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ക്രിസ്തുരാജ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന IPUവിന് വേണ്ട മരുന്നുകളും അടിസ്ഥാന സൗകര്യങ്ങളും എന്നിവ ചെയ്തു കൊടുത്തുവരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റു കിടന്ന സ്കൂട്ടർ യാത്രക്കാരിക്ക് രക്ഷകരായ ഇരട്ടി കണ്ണൂർ റൂട്ടിൽ ഓടുന്ന പ്രസാദം ബസ് ജീവനക്കാർക്ക് ആദരമൊരുക്കി മലബാർ റൈഡേഴ്സ്. അപകടത്തിൽപ്പെട്ട് ബോധരഹിതയായ സ്കൂട്ടർ യാത്രക്കാരിയെ അപകട സ്ഥലത്തു നിന്നും ആശുപത്രിയിലെത്തിച്ചാണ് ഇവർ മാതൃകയായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഇരുട്ടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന പ്രസാദം ബസ് നാഗവളവിൽ എത്തുമ്പോഴായിരുന്നു സംഭവം. ഒരു കാർ സ്കൂട്ടറിനെ ഇടിച്ച ശേഷം നിർത്താതെ പോയി. ബോധരഹിതയായി റോഡിൽ കിടന്ന യാത്രക്കാരിയെ കണ്ട ബസ് ഡ്രൈവർ അജ്മൽ ബസ് നിർത്തുകയും കണ്ടക്ടർ അനന്തു, ക്ലീനർ അബ്ദുള്ള എന്നിവരും ചേർന്ന് യുവതിയെ ബസ്സിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദര സമ്മേളനത്തിൽ മലബാർ റൈഡേഴ്സ് അഡ്മിന്മാരായ സച്ചിൻ മട്ടന്നൂർ, ജോമി ജോർജ്, സുലീഷ് തിലങ്കരി, അംഗങ്ങളായ സുജിത് മാലൂർ, രമിനേഷ് മട്ടന്നൂർ, അശ്വന്ത് ഹരിപ്പന്നൂർ എന്നിവർ സംസാരിച്ചു. ആഗോള വെച്ച് ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് കിടക്കണം. അപ്പോൾ നമ്മുടെ പ്രസാദം ബസ്സിലെ ജീവനക്കാരും അത് കാണുന്നവർ അവർ ആ കുട്ടീനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം CS ബാബുവിന്റെ 7ാമത് ചരമവാർഷികം കടവത്തൂരിൽ ആചരിച്ചു. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CS ബാബു അനുസ്മരണ ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് കടവത്തൂരിൽ പതാക ഉയർത്തി. മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ഏകരത്ത് നാണു പതാക ഉയർത്തി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃപ്പങ്ങോട്ടൂർ ലോക്കൽ സെക്രട്ടറി PK മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. CS ബാബുവിൻ്റെ പേരിൽ കുടുംബം ഏർപ്പെടുത്തുന്ന 50,000 രൂപയുടെ എൻഡോമെന്റിലുള്ള ചെക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും P. ഹരീന്ദ്രൻ ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A. രാഘവൻ മാസ്റ്റർ, MP. ബൈജു, പ്രജീഷ് പൊന്നത്ത്, KP. സുധീഷ്, AK. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാനന്തേരി മണ്ണന്തര വാഗ്ബടാനന്ദ ഗുരുസ്മാരക LP സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ച ഭക്ഷണ മെനു പ്രകാരം ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചു. നിലവിൽ നാട്ടുകാരുടെയും PTA-യുടെയും സഹകരണത്തോടെ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. വിവിധ ദിവസങ്ങളിൽ വകുപ്പ് നിർദ്ദേശിച്ച രീതിയിൽ ഭക്ഷണ പദ്ധതി തുടരുമെന്ന് പ്രധാനാധ്യാപകൻ CP ഷൈജു പറഞ്ഞു. നിലവിൽ നാട്ടുകാരുടെയും PTA-യുടെയും സഹകരണത്തോടെ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകി വരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് ഏതുതരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുക എന്നത് ഒരു ആചാരമായി നാട്ടുകാർ കാണുകയാണെന്നും ഷൈജു മാസ്റ്റർ പറഞ്ഞു. അതായത് PTA-യുടെ സഹായം, PTA അതുപോലെ SSG നാട്ടുകാരുടെ സഹായത്തോടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ കറി, അതുപോലെ തന്നെ പല വ്യത്യസ്തമായ വിഭവങ്ങൾ, പായസങ്ങൾ, നെയ്ച്ചോറ്, ബിരിയാണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടുകാരും PTA-യുടെ സഹായ സഹകരണത്തോടുകൂടിയാണ് നടക്കുന്നത്. അതായത് നമ്മൾ ഒരു നാട്ടിലൊരു പ്രദേശത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഒരു ആചാരമായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. അതായത് ആദ്യം തന്നെ കുട്ടികൾക്ക് ഭക്ഷണം ഇവിടെ സ്കൂളിലേക്ക് എത്തിക്കും. അതിനുശേഷമാണ് അവരുടെ പരിപാടികളൊക്കെ നടത്തുന്നത്. അഥവാ ലീവുള്ള ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് അടുത്ത ദിവസങ്ങളിൽ അവർ ഭക്ഷണം ഇവിടെ സ്കൂളിൽ എത്തിക്കാറാണ് പതിവ്. ഉന്നത അക്കാദമിക് നിലവാരം പുലർത്തുന്ന ഈ സ്കൂൾ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ LP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്.
മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള MIMT മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നവീകരിച്ച ബ്രാഞ്ച് കൂത്തുപറമ്പ് ഗോകുലം സ്ട്രീറ്റിൽ ആലിയ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. ഡിജിറ്റൽ ഡിവൈസുകളുടെ ഈ ഒരു കാലത്ത് കൂത്തുപറമ്പിൽ മൊബൈൽ ടെക്നോളജി പരിശീലിപ്പിക്കുന്നതിന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി MIMT വളർന്നു വരട്ടെ. കൂത്തുപറമ്പ് ഗോകുൽ സ്ട്രീറ്റിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലുള്ള ഈ മൊബൈൽ ടെക്നോളജി താല്പര്യമുള്ള പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുറേയേറെ പേർക്ക് ഉപകരിക്കുന്ന ഈ ഒരു സ്ഥാപനം നല്ല നിലയിൽ വളർന്നു വരാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. Basic electronics and components, smartphone chip level practice, Android and iOS flashing tools, iPhone basic board, laptop basic board തുടങ്ങിയ നിരവധി സർവീസുകളാണ് MIMT മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാവുന്നത്. പാനൂർ, കുറ്റ്യാടി, തലശ്ശേരി, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് MIMTയുടെ മറ്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത്. 3 വർഷത്തോളമായി കൂത്തുപറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന ബ്രാഞ്ചാണ് ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നത്. പരിപാടിയിൽ മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. വിഷൻ ഗ്രൂപ്പ് മാനേജർ PK റിയാസ്, വിഷൻ പാനൂർ പ്രിൻസിപ്പൽ മുരളീധരൻ, നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് വിന്നർ മുകുന്ദൻ പുലരി, തലശ്ശേരി വിഷൻ പ്രിൻസിപ്പൽ ശശികുമാർ, അജ്മൽ, ഫൈനാസ്, ഫസീർ, MBRK സ്റ്റേറ്റ് യൂണിയൻ സെക്രട്ടറി താഫിർ, യൂണിറ്റ് പ്രസിഡന്റ് സനീർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉളിയിൽ ഖദീജ കൊലക്കേസ് പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ സഹീദ് കായിക്കാരന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതി. മൊകേരി വള്ളിയായി സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ച സംഭവത്തിൽ കമ്പനി ഉടമയ്ക്കെതിരെ കുടുംബം. മൊകേരി സ്വദേശി അനഖാണ് ദുബായിലെ താമസ സ്ഥലത്ത് മരണപ്പെട്ടത്. കോടിയേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി സ്ഥലം വിട്ടുനൽകി ഡോക്ടർ ഹെർമൻ ഗുണ്ടർ ഫൗണ്ടേഷൻ. വിട്ടുനൽകിയ തിരുമങ്ങാട് പുല്ലമ്പിൽ റോഡിൽ സ്കൂൾ കെട്ടിടവും 2 ഏക്കർ 13 സെന്റ് സ്ഥലവും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.